അതായത് എനിക്ക് മനസ്സിലാകാത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രിക്ക് ഒരു 4-5 മാസമല്ലേ ഉള്ളൂ. പിന്നെ അടുത്ത മുഖ്യമന്ത്രി ഇദ്ദേഹം തന്നെ വരുമോ എന്നുള്ളത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഡിസംബർ ഇപ്പോൾ ഏകദേശം തീരാറായി. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരുന്ന 5 മാസത്തേക്ക് 1.25 കോടി രൂപയുടെ അല്ലെങ്കിൽ 1.5 കോടിക്ക് 1.25 കോടിക്ക് രൂപയ്ക്ക് ഇടയ്ക്കുള്ള ഒരു കാറിൻ്റെ ആവശ്യമുണ്ടോ? ഒരു വശത്ത് DA കൊടുക്കാൻ പൈസയില്ല, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നില്ല, പെൻഷനുകൾ എത്രയോ ടൈപ്പ് പെൻഷനുകൾ കുറച്ച് പേർക്ക് കൊടുത്തു, പക്ഷെ എത്രയോ ആളുകൾക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, അംഗനവാടികൾ, ആശാ വർക്കേഴ്സിനൊക്കെ 1000 രൂപ കൂട്ടി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കാനുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ 500 രൂപ വിലയായി. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു സമൂഹം ജീവിക്കുമ്പോൾ ഇത്രയും വലിയ കാറ് ഈ 6 മാസത്തേക്ക് വേണോ? അത് അടുത്തൊരു ഘട്ടം വന്നതിന് ശേഷം ചിന്തിച്ചെങ്കിലും കുറച്ചുകൂടെ ലോജിക്കില്ലേ എന്നുള്ളത് കാറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ അദ്ദേഹത്തിന് ED നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അത് മസാല ബോണ്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നോട്ടീസാണ്. അത് സ്വാഭാവികമായിട്ട് തോമസ് ഐസക്കിനും അതിൻ്റെ വിവരങ്ങൾ കിട്ടിയെന്ന് പറയുന്നു, നോട്ടീസ് കിട്ടിയെന്ന് പറയുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെടുത്തി ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുകൾ പുറത്തുനിന്ന് ലോൺ എടുക്കാനൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ലണ്ടനിൽ പോയി സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും ലണ്ടനിലെ മസാല ബോണ്ടും ഒക്കെ പോയി വാങ്ങി എന്നൊരു ചോദ്യം വളരെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അത് AGയുടെ ഒരു ഓഡിറ്റുമായി ബന്ധപ്പെടുത്തി വന്നതിൽ നിന്നാണ് ഇതിങ്ങനെ കയറി വന്നത്. AG നേരത്തെ അക്കൗണ്ട് ജനറൽ ഓഡിറ്റിൽ ഇത് ചോദിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കിഫ്ബിയുടെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും കിഫ്ബിയുടെ പണം എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നും അതിൻ്റെ ബാധ്യത കേരള സർക്കാർ എടുക്കേണ്ടി വരില്ലേ, ബഡ്ജറ്റ് വഴി വരില്ലേ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതിനകത്ത് വളരെ കൃത്യമായ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയും മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മറുപടി പോയിട്ടേ ഉള്ളൂ. അതിനിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണല്ലോ, അതുകൊണ്ടാണ് EDയും എന്ത് ചെയ്യാത്തത്, ഒന്ന് കടുപ്പിക്കാത്തത്. കാരണം എല്ലാവർക്കും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമാണല്ലോ. പക്ഷേ വീട് മിക്കവാറും 15ഓടുകൂടി അതും കടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പുതിയ കാർ വാങ്ങിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അതേ റിക്വസ്റ്റ് ചെയ്യാതെ വാങ്ങില്ലല്ലോ, ഒഫീഷ്യലല്ലേ. അപ്പോൾ കത്ത് കൊടുക്കുകയോ റിക്വസ്റ്റ് ചെയ്യുകയോ എന്തായാലും ചെയ്താലേ ഫയലാവുകയുള്ളൂ. അല്ല ചുമ്മാ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ഫയലാവില്ലല്ലോ. ഫയലാവണമെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് എന്ത് കൊടുത്ത് കാണും, ലെറ്റർ കൊടുത്ത് കാണും. അതുകൊണ്ട് ഒഫീഷ്യലാണത്. അപ്പോൾ അതുകൊണ്ട് വേറെ അതിനകത്ത് കാര്യമില്ല. പക്ഷേ ഈ 6 മാസത്തേക്ക് എന്തിനാണ്? ഇപ്പോൾ വേറെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നരേന്ദ്രമോദി Z കാറ്റഗറിയിലുള്ള നരേന്ദ്രമോദി ഒഴിച്ച് കേന്ദ്രത്തിലെ ഒരു മന്ത്രിമാരും, അത് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെ ഇന്നോവ കാറിലോ അതുപോലത്തെ ഇന്നോവയ്ക്ക് താഴെയുള്ള കാറുകളിലോ ആണ് ഡൽഹിയിൽ സഞ്ചാരം. പക്ഷേ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം ഈ 6 മാസത്തിനെ പറ്റി ഇദ്ദേഹം കാറിന് 1.5 കോടി രൂപ കാറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യവും CPM ജയിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി. അതൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. നമുക്കറിയില്ല. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം ജീവിച്ചിരിക്കണം, വയസ്സ് അങ്ങോട്ട് പോയി. രണ്ടാമത് അദ്ദേഹം ജയിക്കണം, പാർട്ടി തീരുമാനിക്കണം. ഒരുപാട് ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടി ആഗ്രഹിക്കാം. മനുഷ്യനെ എന്താഗ്രഹവും നമുക്ക് അതൊക്കെ സാധിച്ചു വന്നിട്ട് വേണം നമുക്ക് സാധിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ.